ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ പുതിയ എന്താ പറയുക മൂവീസ് സജഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയ പുതിയ മൂവീസ് പറഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോയിൽ ഒരു മൂവിയാണ് സജസ്റ്റ് ചെയ്യാറ് പതിവായിട്ട്. സോ ബാക്കി വീഡിയോസൊക്കെ നിങ്ങൾ കയറിയിട്ട് കാണുക. അതിൻ്റെ തമ്മിൽ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് അറിയുന്നവർക്കുണ്ടെങ്കിൽ അവരുടെ മൂവീസൊക്കെ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് തന്നെ കാണാവുന്നതാണ്. സോറി, അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്, മൂവി കാണാമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇനി വാച്ച് കടിക്കേണ്ട, പെട്ടെന്ന് ഇന്നത്തെ മൂവി സജഷൻ ഏതാണെന്ന് പെട്ടെന്ന് നോക്കാം അല്ലേ. അപ്പം ഇന്നത്തെ മൂവി സജഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു മൂവി സീരീസാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താ പറയുക, അത് ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നോ അങ്ങനെ എന്തോ ഒരു നിർബന്ധമില്ല. കാരണം ഏകദേശം ഇംഗ്ലീഷ് മൂവീസിൽ ഇതൊരു സൂപ്പർ ഹീറോ റിലേറ്റഡ് മൂവിയാണെന്ന് ഞാൻ ഫസ്റ്റ് പറയാം. അപ്പം സൂപ്പർ ഹീറോസ് എന്ന് പറയുമ്പോൾ ഇവരുടെ എന്താ പറയുക സീരീസ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് കണ്ടിട്ടുള്ള എന്തായാലും ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല, വാൾട്ട് ഡിസ്നി. അതായത് ഡിസ്നിയുടെ ക്യാരക്ടേഴ്സായിട്ടുള്ള സ്പൈഡർമാൻ തൊട്ടിട്ട് പിന്നെന്താ തോർ, താനോസ്, എന്നൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. സോ ഞാൻ ഇന്ന് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് അവഞ്ചേഴ്സാണ്. ഓക്കെ, അവഞ്ചേഴ്സ് എല്ലാവർക്കും അറിയായിരിക്കും. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാനിപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ. അപ്പം ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇന്ന മൂവി എന്നില്ല. ബിക്കോസ് ഇപ്പോൾ ഏകദേശം എല്ലാ മൂവീസും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു തുടർച്ചയായിട്ട് എങ്ങനെയൊക്കെ വരും, എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് കുറച്ചൊക്കെ അറിയാം. സോ ഇപ്പം ഒരു സീരീസ് ഒരു മൂവി കാണുന്ന ആൾക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ ആ ഒരു മികവ് ഉള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു മികവാർന്ന ഒരു സംഭവം കൊണ്ട് ബാക്കിയുള്ള മൂവീസും കാണാൻ ഡെഫിനറ്റ്ലി അവർക്ക് തോന്നും. അങ്ങനത്തെ തരത്തിലുള്ള മൂവിയാണ്. അപ്പം സൂപ്പർ ഹീറോ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടേണ്ട അല്ലെങ്കിൽ പെടുന്ന ഒരു സീരീസ് ഓഫ് മൂവീസാണ് അവഞ്ചേഴ്സിൽ വരുന്നത്. സോ അവഞ്ചേഴ്സിൽ കുറേ മൂവീസ് ഉണ്ട്. എന്താ പറയുക, ഓരോ ക്യാരക്ടറിൻ്റെയും ഓരോരോ മൂവീസ് അങ്ങനെ തൊട്ട് അതെല്ലാം കൂടി ലിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ തൽക്കാലം. നമ്മുടെ വീഡിയോ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കില്ലേ. സോ ഞാൻ മെയിനായിട്ടുള്ള മൂവീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദ ആവഞ്ചർ, അതായത് 2012 റിലീസ് ചെയ്തിട്ടുള്ള ദ ആവഞ്ചർ. പിന്നെ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള 2015 കഴിഞ്ഞിട്ടുള്ള മൂവി. പിന്നെ ഇൻഫിനിറ്റി വാർ, അതും 2018 2018. ഓക്കെ, പിന്നെ എൻഡ് ഗെയിം വന്ന് 2019. സോ എൻഡ് ഗെയിം ഇറങ്ങിയ ഒരു ടൈമിൽ തന്നെ ഞാൻ എങ്ങനെയോ OTT ആയപ്പോൾ തന്നെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ മെയിൻലി OTT ആളാണെന്ന് പറയുന്നതായിരിക്കും സത്യം. കാരണം അങ്ങനെ ഇംഗ്ലീഷ് മൂവീസ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് പോകാറില്ല. പിന്നെ എന്താ പറയുക, പിന്നെ പപ്പയ്ക്കും എനിക്കാണ് അതിനോട് കൂടുതൽ ക്രേസ് ഉള്ളത്. ഇംഗ്ലീഷ് ഇങ്ങനത്തെ ആക്ഷൻ, എന്താ പറയുക, ഇങ്ങനത്തെ ഫാൻറ്റസി മ്യൂസിനൊക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്തായാലും പോകില്ല. നമ്മൾ പോവുകയാണെങ്കിൽ അനിയത്തിനും അമ്മേനെയും കൂട്ടിയിട്ട് നമ്മൾ 4 പേര് പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പോകാറില്ല. ഓക്കെ, എന്തായാലും ഒരു ദിവസം പോകണം, യൂട്യൂബൊക്കെ ഒന്ന് സൂപ്പറാവട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഇതെല്ലാം പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ ജോസ് വെൽഡൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഈ ഒരു മൂവിയുടെ പിന്നിലുള്ള ആ കറുത്ത കൈകൾ. ഓക്കെ, പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏത് കമ്പനി, ആരാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്തായാലും വാൾട്ട് ഡിസ്നി മോഷൻ പിക്ചേഴ്സ്, പാരാമൗണ്ട്. അതായത് ഫസ്റ്റ് മൂവീസൊക്കെ ഇറങ്ങിയപ്പോൾ പാരാമൗണ്ട് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ മൂവീസിലൊക്കെ അവർ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് വാൾട്ട് ഡിസ്നി എന്തായാലും ഉണ്ട്. ഡിസ്നി മൂവീസ് ആണല്ലോ. സോ എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാൾട്ട് ഡിസ്നിയുടെ അതായത് അവഞ്ചേഴ്സ് മൂവീസിൽ ഏതാണെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ മൂവിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സിമ്പിൾ സ്റ്റോറിയൊക്കെ കേൾക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവീസും എനിക്ക് സജസ്റ്റ് ചെയ്യുക. ഞാൻ കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ അത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ക്യാരക്ടർ നെയിംസൊക്കെ ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ സ്പൈഡർമാൻ മൂവീസൊക്കെ കാണാത്തവർ വളരെ കുറവായിരിക്കും. കാരണം ചെറുകുട്ടികൾ മുതൽ എല്ലാവരും കാണുന്ന ഒരു
മൂവി ഓഫ് എന്താ പറയുക സീരീസാണത്. സോ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ നെയിം, ഒറിജിനൽ നെയിംസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു 4 ആളെ പേര് പറയാം. സ്കാർലെറ്റ് എന്ന ഒരാളുടെ പേര് സ്കാർലെറ്റ്, ഐ മീൻ ഫുൾ ഫോം ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് വിളിക്കാൻ പാകത്തിന് പറയുന്നുള്ളൂ. പിന്നെ ജെർമി റോബർട്ട് വെയിൻ ആൻഡ് ക്രിസ് ഏബ്സ്, അങ്ങനെ കുറേ ആളുകളുണ്ട്. ഓക്കെ, സോ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.